ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു പൈനാപ്പിൾ പുളിശ്ശേരിയാണ് വയ്ക്കാൻ പോകുന്നത്. അതിനായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത പൈനാപ്പിൾ ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചട്ടിയിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതിലേക്ക് പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ തന്നെ ഉപ്പ്, 1/4 ടീസ്പൂൺ മുളക് പൊടി. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഞാൻ 1/4 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. ഒരു തണ്ട് കറിവേപ്പില ചേർക്കാം. ഈ പൈനാപ്പിൾ മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം, അത്ര വെള്ളം ചേർത്താൽ മതി. പിന്നെ നമ്മൾ അരപ്പ് ചേർക്കുമ്പോൾ കറിയുടെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് കിട്ടും. ഇത് ഇത്രയും ചേർത്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് ഇത് വേവിച്ചെടുക്കാം. ഞാൻ ലോ ഫ്ലെയിമിലിട്ട് 4-5 വിസിൽ വരെ വേവിച്ചെടുക്കാറുണ്ട്. എന്നാലാണ് പൈനാപ്പിൾ നന്നായി വെന്ത് കിട്ടുള്ളൂ. പൈനാപ്പിൾ വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് തേങ്ങ, 3 വലിയ ടേബിൾ സ്പൂൺ കേർഡ് എപ്പോഴും പുളിയില്ലാത്ത കേർഡ് ചേർക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ കയ്യിൽ പുളിയുള്ള കേർഡാണെങ്കിൽ അതിൻ്റെ അളവ് കുറച്ചെടുക്കുക. ഇതിലേക്ക് ഒരു 2 നുള്ള് ചെറിയ ജീരകം, ഒരു ഉള്ളി, ഒരു വെളുത്തുള്ളി, 2-3 കറിവേപ്പില, ഇത്രയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ പൈനാപ്പിളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഞാനിതിനെ ഒരു ചട്ടിയിലോട്ട് മാറ്റുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ ഈ ചട്ടിയിലിട്ടിട്ട് പൈനാപ്പിൾ വേവിച്ചെടുക്കാം. ഞാൻ പെട്ടെന്നാവാൻ വേണ്ടിയിട്ടാണ് കുക്കറിൽ വേവിക്കുന്നത് ആദ്യം. ഇനി നമ്മുടെ പൈനാപ്പിളിലോട്ട് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. ചില സ്ഥലങ്ങളിൽ തേങ്ങ മാത്രം ചേർത്തിട്ടുള്ള അരപ്പ് ആദ്യം ഉണ്ടാക്കും. അതിനുശേഷം തൈര് പിന്നെയാണ് ചേർക്കുക. തൈര് ചേർത്തതിന് ശേഷം അവർ തിളപ്പിക്കാറില്ല. തൈര് ചേർത്തതിന് ശേഷം തിളപ്പിച്ചാൽ പിരിഞ്ഞു പോകുമെന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷെ നമുക്കിതേവരെ പിരിഞ്ഞൊന്നും പോയിട്ടില്ല. ഞാനായാലും എൻ്റെ അമ്മയായാലും ഹസ്ബൻഡിൻ്റെ മദറായാലും എല്ലാവരും നന്നായി തിളപ്പിച്ചതിന് ശേഷമാണ് ഇങ്ങനെ പൈനാപ്പിൾ കറിയല്ല, എല്ലാ തൈര് ഒഴിച്ച് വയ്ക്കുന്ന എല്ലാ കറികളും വയ്ക്കാറുള്ളത്. ഈ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ പൈനാപ്പിളിൻ്റെ പുളി അനുസരിച്ച് നിങ്ങൾക്ക് പുളിയുള്ള കറിയാണ് ഇഷ്ടമെങ്കിൽ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം. എനിക്ക് കുറച്ച് മധുരം ഉള്ള കറിയാണ് ഇഷ്ടം, പൈനാപ്പിൾ പുളിശ്ശേരി, മാങ്ങ പുളിശ്ശേരിയൊക്കെ വയ്ക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാനിതിൽ പൈനാപ്പിളിന് കുറച്ച് പുളിയുള്ള കാരണം കൊണ്ട് ഞാനൊരു 1.5 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കരയുടെ രുചി ഇഷ്ടമുള്ളവർക്ക് ശർക്കര ചേർത്താലും മതി. ഈ കറി തിളച്ച് തുടങ്ങുമ്പോൾ തൊട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. കൈ വിടാതെ ഇളക്കണം. ഒരേ ഡയറക്ഷനിൽ തന്നെ ഇളക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ കോരി ഒഴിച്ച് നമുക്ക് നിൽക്കാം. ഇപ്പോൾ കണ്ടില്ലേ, കറി പിരിഞ്ഞൊന്നും പോയിട്ടില്ല. ഞാൻ നന്നായി തിളപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഒരു പരുവത്തിൽ തന്നെ ഇത് ഓഫ് ചെയ്യും. ഇനി ചൂടാറി കഴിയുമ്പോൾ ചട്ടിയിൽ വെച്ച കാരണം കൊണ്ട് തന്നെ ഇത് കുറച്ചും കൂടി കുറുകി കിട്ടും. ഇനി ഇത് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കണം. അതിന് വേണ്ടി ഒരു ചെറിയ പാൻ ചൂടാക്കി അതിലോട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലോട്ടൊരു 1/4 ടീസ്പൂൺ തൊട്ട് 1/2 ടീസ്പൂൺ വരെ നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ അതിലോട്ട് വറ്റൽ മുളകും കറിവേപ്പിലയും ചേർക്കാം. ഞാൻ തീ ഓഫ് ചെയ്തതിന് ശേഷം 2 നുള്ള് ഉലുവാപ്പൊടി ചേർക്കുന്നുണ്ട്. ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്, അത് കുറച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. 1/4 ടീസ്പൂണിന് താഴെ മുളക് പൊടിയേ ചേർക്കുന്നുള്ളൂ. ഇനി ഇത് നമുക്ക് നമ്മളുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ പൈനാപ്പിൾ പുളിശ്ശേരി തയ്യാറായി കഴിഞ്ഞു. ഇത് ചൂടാറിയതിന് ശേഷമുള്ള വീഡിയോ ആണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. കണ്ടില്ലേ, ആവശ്യത്തിന് കുറുകിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.